ആലപ്പുഴ സ്വദേശിയായ സുദർശൻ വർണ്ണം തന്റെ കലാജീവിതത്തിന്റെ 50 വർഷം പിന്നിടുന്നു. നാടകം, പരസ്യകല എന്നിവയിൽ തുടങ്ങി ഇന്ന് സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യമായി മാറിയിരിക്കുകയാണ് സുദർശനൻ വർണ്ണം. ഒരു റിപ്പോർട്ട്. സുദർശനൻ വർണ്ണം തന്റെ കലാജീവിതത്തിന്റെ 50 വർഷം പിന്നിടുകയാണ്. നാടകം, പരസ്യകല എന്നിവയിൽ തുടങ്ങി ഇന്ന് സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യമായി മാറിയിരിക്കുകയാണ് സുദർശനൻ വർണ്ണം. ആലപ്പുഴ കൊമ്മാടി പുളിച്ചിമാവുങ്കൽ വി.എ. ശൂലപാണിയുടെയും മൈഥിലിയുടെയും മൂത്തപുത്രനായ സുദർശനൻ 1974-75 കാലഘട്ടങ്ങളിലാണ് തൻ്റെ കലാജീവിതത്തിന് തുടക്കം കുറിക്കുന്നത്. 10,000-ൽ പരം ബോർഡുകളും ബാനറുകളും 20,000-ത്തോളം ചുവരെഴുത്തുകളും 1,000-ത്തോളം പോസ്റ്റർ ഡിസൈനുകൾ, 400-ൽ പരം ഷോക്കാർഡുകൾ, 3 ചലച്ചിത്രങ്ങളുടെ കലാസംവിധാനം, 25 നാടകങ്ങളുടെ രംഗശില്പം, അനേക സമ്മേളന കവാടങ്ങൾ തുടങ്ങിയ രംഗങ്ങളിലെല്ലാം സുദർശനൻ തൻ്റെ കലാവിരുദ്ധുള്ള കൈകൾ ചലിപ്പിച്ചു എന്നത് ഒരു നിസ്സാര കാര്യമല്ല. ഞാൻ ഈ രംഗത്ത് വരുമ്പോൾ ചുവരെഴുത്തെന്ന് പറയുന്നത് കാവിക്കളറും ബ്ലാക്കും ഇത് കരിങ്കലൊക്കെയാണ് എഴുതിക്കൊണ്ടിരുന്നത്. അതിൽ ലൈനൊന്നുമില്ല, പിടിച്ചെഴുതത്തുമില്ല. ഞാൻ വന്നതിന് ശേഷമാണ്, ഞാൻ NG യൂണിയൻ്റെ എഴുതാൻ തുടങ്ങിയപ്പോഴാണ് ആദ്യമായി കളർ ഈ രംഗത്ത് കൊണ്ടുവരുന്നത്. എല്ലാ കളറുകളും ഉപയോഗിച്ച് ലൈനിട്ട് ഒരു ബാനർ എങ്ങനെ എഴുതുന്നു അതിനും ശ്രേഷ്ഠമായി ഈ കലയെ കൊണ്ടുവന്ന ഞാനാണ്. ഞാൻ അന്ന് ആദ്യമായി ഫ്ലോറസെൻ്റ്, വലിയ പാടുള്ള പണിയാണ് ഫ്ലോറസെൻ്റ് എന്ന് പറയുന്നത്. അന്ന് മണ്ണെണ്ണയെ കൊണ്ടുപോയി എഴുതുന്നതായിരുന്നു, വലിയ ചിലവ് കൂടുതലാണ്. ഫ്ലോറസെൻ്റ് ആദ്യമായി പരീക്ഷിക്കുകയും ചെയ്ത് അങ്ങനെ ഒരു കേരളത്തിൽ ആദ്യം കൊണ്ടുവന്നത് ഞാനാണ്. ചുവരെഴുത്ത് പറയുകയാണെങ്കിൽ എനിക്ക് ഒന്ന് 20,000-ൽ പരം ചുവര് ഞാൻ എഴുതിയിട്ടുണ്ട്. 10,000-ൽ മേൽ ബാനറും ബോർഡുകളും ഞാൻ എഴുതിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനും സുദർശനന് വിശ്രമമില്ലായിരുന്നു. ആലപ്പുഴയിലെ സ്ഥാനാർത്ഥികളായിരുന്ന AM ആരിഫിന്റെയും KC വേണുഗോപാലിന്റെയും പ്രചരണ ബോർഡുകൾ, ബാനറുകൾ, ചുവരെഴുത്തുകൾ എല്ലാം തന്നെ സുദർശനൻ ഏറ്റെടുത്ത് ഭംഗിയായി നിർവഹിച്ചിരുന്നു. സ്കൂൾ ഓഫ് ആർട്സിലോ മറ്റ് കലാസ്ഥാപനങ്ങളിലോ പഠിച്ചിട്ടില്ലാത്ത ഇദ്ദേഹം തൻ്റെ കലാജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് KK രാജപ്പൻ എന്ന ഗുരുവിൽ നിന്നാണ്. അത് 10ാം ക്ലാസ്സിലെ മറ്റൊരു ഗുരുനാഥനായ ഗഫൂർ സാറിൻ്റെ ഉപദേശപ്രകാരവും. അക്കാലത്ത് NGO യൂണിയന്റെ പണിമുടക്കിനോടനുബന്ധിച്ചുള്ള എല്ലാ എഴുത്തുകളും സുദർശനൻ എന്ന യുവാവ് ഏറ്റെടുത്തതോടുകൂടിയാണ് ഈ രംഗത്ത് ഇദ്ദേഹം കാലുറപ്പിച്ചത്. തികഞ്ഞ ഒരു ഇടതുപക്ഷ യാത്രികനായ സുദർശനൻ പക്ഷേ തൻ്റെ കലാവൈഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് രാഷ്ട്രീയ മതിലുകൾ ഒന്നും തടസ്സമായി കണ്ടിരുന്നില്ല. K. കരുണാകരൻ, ശരത് പവാർ, സുശീല ഗോപാലൻ, തച്ചടി പ്രഭാകരൻ, വയലാർ രവി, PC ചാക്കോ, D. സുഗതൻ, AV താമരാക്ഷൻ, TJ ആഞ്ചലോസ്, വെള്ളാപ്പള്ളി നടേശൻ തുടങ്ങിയവരുടെ ഒക്കെ ചിത്രങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി വരയ്ക്കുകയും അവരുടെയൊക്കെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായി കളർ ചുവരെഴുത്തിന് തുടക്കം കുറിച്ചതും സുദർശനാണ്. 3 ചലച്ചിത്രങ്ങളുടെ കലാസംവിധാനവും ഇദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. ആലപ്പി അഷറഫിന്റെ എന്നും സംഭവാമി യുഗേ യുഗേ, ദേവക്കോടൈ കാതൽ, മൺവിളക്ക് എന്നിവയാണ്. എങ്കിലും ആദ്യമായി ബഹുമാനപ്പെട്ട ഫാസിൽ സംവിധാനം ചെയ്ത വർഷം 16 എന്നൊരു തമിഴ് സിനിമ, അപ്പം അതിൻ്റെ പരസ്യം, പത്രത്തിന് കൊടുക്കാനുള്ള പരസ്യം ചെയ്യണം. അപ്പം എന്നെ തേടി നമ്മുടെ A. കബീറും ആലപ്പി അഷറഫും കൂടി എൻ്റെ ഈ വീടല്ല, അന്നൊരു സെറ്റപ്പ് കുടിലാണ് ഞാൻ താമസിക്കുന്നത്. ആ വീട്ടിൽ വരികയും ഞാനത് എഴുതി കൊടുക്കുകയും ആദ്യമായി ഒരു പരസ്യം വരുന്നത് അതാണ് വർഷം 16, ഫാസിൽ സാറിൻ്റെ ചിത്രം. അതിനെ തുടർന്നാണ് ആലപ്പി അഷറഫ് എന്നെ പലപ്പോഴും പറയും, സുദർശനൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ പറഞ്ഞ അഷറഫേട്ടാ എനിക്കത് കഴിയില്ല. മനുഷ്യൻ ചന്ദ്രനിൽ പോയത് ഒന്നും അറിഞ്ഞിട്ടല്ലല്ലോ, നിങ്ങൾ ധൈര്യപൂർവ്വം ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതുവരെ ഞാനൊരു സിനിമയും നിർമ്മാണ ഘട്ടങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല, അണിയറ പ്രവർത്തനങ്ങളൊന്നും. പക്ഷേ എനിക്ക് അദ്ദേഹം തന്ന ഒരു ആത്മധൈര്യം വളരെ വലുതായിരുന്നു. ഒരു വലിയൊരു ചിത്രത്തിൻ്റെ കലാസംവിധാനമായി മാറുകയും വർഷങ്ങളോളം ഈ രംഗത്ത് പാരമ്പര്യമുള്ള സ്റ്റണ്ട് ത്യാഗരാജൻ, നമ്പ്യാതിരി എന്ന് പറയുന്ന വലിയ ക്യാമറാമാൻ ഇവരൊക്കെ തന്നെ അവരുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുവാൻ ആ ചിത്രത്തിലൂടെ കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രശസ്ത കാഥികൻ V. സാംബശിവന്റെ എല്ലാ കഥകളുടെയും പോസ്റ്ററും ബോർഡും രൂപകൽപ്പന ചെയ്തതും സുദർശനനാണ്. ചലച്ചിത്ര സംവിധായകൻ വിനയന്റെ എല്ലാ നാടകങ്ങൾക്കും രംഗമൊരുക്കിയിരുന്നത് സുദർശനനാണ്. ഇപ്പോഴും വിനയനുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ഇദ്ദേഹം
സ്വന്തം മകന് പേര് നൽകിയിരിക്കുന്നതും വിനയൻ എന്നാണ്. BSNL എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഏറെ പ്രശസ്തി നേടിയ പ്രധാന കവാടത്തിന്റെ ശില്പി എന്ന നിലയിൽ ആദ്യമായി പുരസ്കാരം ലഭിക്കുകയുണ്ടായി. പ്രശസ്ത നാടകകൃത്തും തിരക്കഥാകൃത്തുമായ SL പുരം സദാനന്ദനാണ് അവാർഡ് നൽകിയതെന്ന് സുദർശനൻ അഭിമാനത്തോടെ സ്മരിക്കുന്നു. തന്റെ കലാജീവിതത്തിൽ എപ്പോഴും സഹായിയായിട്ടുള്ളത് സ്വന്തം സഹോദരനായ അരവിന്ദനാണ്. ഈ തിരക്കേറിയ ജീവിതത്തിനിടയിലും സുദർശനൻ നിരവധി സംഘടനകളുടെ സാരഥ്യമേറുന്നു. സവാഖ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, തിലകൻ ഫൗണ്ടേഷൻ സെക്രട്ടറി, ആർട്ടിസ്റ്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി, പുരോഗമന കലാസാഹിത്യ സംഘം കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നു. സാവിത്രിയാണ് ഭാര്യ. അധ്യാപികമാരായ സുശീലയും സുഗന്ധിയുമാണ് പെൺമക്കൾ. മകൻ വിനയൻ വിദേശത്ത് ജോലി ചെയ്യുന്നു. ഇപ്പോഴും നിരവധി കലാസൃഷ്ടികളുടെ പണിപ്പുരയിലാണ് സുദർശനൻ വർണ്ണം.